الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم من صام رمضانا إيمانا واحتسابا غفر له ما تقدم من ذنبه قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم പൊറുക്കൻ്റെ പാപം 10 നോമ്പായി നമുക്ക് നാട്ടിൽ ആയില്ല 9 ആയുള്ളൂ. ഇനി 240 മണിക്കൂർ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ 240 മണിക്കൂറിലെ ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണ്. ഈ 240 മണിക്കൂർ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് പശ്ചാത്തപിച്ചു മടങ്ങാൻ അള്ളാഹു ഒരു അവസരം തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ, ആ റമദാനിനെ കുറിച്ച് എന്താ ഞാൻ പറയുക? ആ റമദാനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആന. ഇന്ന് വളരെ സന്തോഷമുണ്ടായി. ഇന്ന് ഇവിടെ ഒരു വിദ്യാർത്ഥി വളരെ മനോഹരമായ രീതിയിൽ പരിശുദ്ധമായ ഖുർആൻ, എൻ്റെ പേരെന്താ, ഫായിസ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട പൊന്നുമോൻ, സത്യം പറഞ്ഞാൽ അവനൊരു ആദരവ് കൊടുക്കണമായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദരിക്കേണ്ടത്, ഇവിടെ വാരിപ്പുറക്കി ആദരവൊക്കെ ഇഷ്ടം പോലെ കൊടുത്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പത്തനാപുരത്ത് കിടക്കുന്ന എനിക്കും കിട്ടിയ അൽഹംദുലില്ലാഹ് ഒരു ആദരവ്. ഒന്ന് ചിന്തിച്ചേക്ക്, സത്യത്തിൽ നമ്മൾ ആദരിക്കേണ്ടവരെ ആദരിക്കണം. ഇന്ന് ഏറ്റവും നോമ്പ് തുറയിൽ എല്ലാവരുടെ മനസ്സുകൾക്ക് കുളിർമയാകുന്ന രീതിയിൽ ഈ കാണുന്ന സ്ഥലം മുഴുവനും നിറഞ്ഞു കവിഞ്ഞു പുറത്തേക്ക് ജനങ്ങളെത്തി. അത്രയും മനോഹരമായ രീതിയിൽ 3000 പേർക്കെങ്ങാണ്ട ഭക്ഷണം വെച്ച് അതൊക്കെ കഴിഞ്ഞുപോയി. എത്ര പേർക്ക് ഒരു സഹോദരൻ ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്ത ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഏറ്റവും മനോഹരമായ രീതിയിൽ ഖുർആൻ ഓതിയ പൊന്നുമോൻ, അള്ളാഹു ആ പൊന്നുമോന് അവന്റെ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ബാങ്ക് വിളിച്ചു. നമ്മളാരും ശ്രദ്ധിച്ചില്ലത്.
മനസ്സിന് കുളിർമയുണ്ടാകുന്ന രീതിയിൽ അത് രണ്ടും മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ മനോഹരമായ രീതിയിൽ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് ബാങ്ക് വിളിക്കുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ആ ബാങ്ക് വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ആമീൻ ഇത്തിരി പവർ കുറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ നമുക്കറിയാഞ്ഞട്ടാ. എടാ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ സീറ്റിന് വേണ്ടി മത്സരം ഇവിടെ MLA MP പഞ്ചായത്തും അതുപോലെ തന്നെ KCCയുടെ ഒന്നുമല്ല, പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാകാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എല്ലാവരും ആ പണിക്ക് പോയതിനെ. പള്ളിയിൽ ഇമാമാന് വഴന്നു പറയുന്ന ആളാവാനല്ല, അത്രയ്ക്കും പ്രതിഫലം ഉണ്ട് ബാങ്ക് വിളിക്കുന്നതിന്. അള്ളാഹു സഹോദരൻ അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ പരിശുദ്ധമായ റമദാൻ, ഈ സദസ്സിലിരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്ന. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. അള്ളാഹ് ആരെ കയ്യന്മാരെ ഒന്നും അവിടെ കേട്ടത്തില്ല. സ്വർഗത്തിൽ പോകാൻ അള്ളാഹു ഈ മജ്ലിസിൽ ഇരുന്ന് ആരൊക്കെ കൈവക്കിയോ, ഓൻ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈവക്കിയതിന് പകരം നീ സ്വർഗം കൊടുക്കണേ അള്ളാഹ്. അള്ളാഹു മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ പെടുത്തണ റഹ്മാനെ. ആ കൈവക്കാത്തവനെ നീ കാത്തുകൊള്ളണേ അള്ളാഹ്. ഒന്നുകൂടെ പൊക്കിക്കേ. ഇത് കാണാൻ തന്നെ എന്താ പുസ്തകം അല്ലേ? കാരണം വാപ്പ മകനോട് പറഞ്ഞു, മോനെ അതിങ്ങ് എടുത്തിട്ട് വാടാ. അവൻ കേട്ട പരിചയം പോലും കാണിക്കൂല. വാപ്പാടെ ശബ്ദം മാറി, ഇടാ അതിങ്ങ് എടുത്തിട്ട് വാടാ. അപ്പോഴും അവൻ ഇങ്ങനെ ഇരിക്കും. ഒരെണ്ണം തലയ്ക്ക് കൊടുത്തിട്ട് പോയി എടുത്തിട്ട് വാടാന്ന് പറഞ്ഞാൽ ഓടിപ്പോയി എടുത്തിട്ട് വരും. അതങ്ങനെ ഒരു മനുഷ്യനുള്ള സ്വഭാവം അങ്ങനെ. ഒന്ന് കിട്ടിയാലേ നമ്മൾ നന്നാകും. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ. എന്ത് ദുആ ചെയ്യാൻ മറന്നാലും നമ്മൾ സ്വർഗം ചോദിക്കാൻ മറക്കൂല. അത് മരണ വീട്ടിലെ ദുആയാണെങ്കിലും, നിസ്കാരം കഴിഞ്ഞുള്ള ദുആയാണെങ്കിലും, കല്യാണ വീട്ടിലെ ദുആയാണെങ്കിലും, ഏത് ദുആയ്ക്കകത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും, പടച്ചോനെ നീ സ്വർഗം തരണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമദാനിന്റെ 30 ദിനരാത്രങ്ങളിൽ എപ്പോ ദുആ ചെയ്താലും അപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അല്ലാഹ് നീ സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ. നമ്മളെല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നവരാ. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ അള്ളാഹുവിനോട് സ്വർഗം താ, സ്വർഗം താ എന്ന് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി പഠിപ്പിക്കുകയാ, അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗം തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. സ്വർഗം എന്താണ് പടച്ചവനോട് ദുആ ചെയ്യുന്നത്? സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ചവനെ, 4 വിഭാഗം ആൾക്കാരെ നീ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സ്വർഗം തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ. സ്വർഗം തന്നെ പടച്ചവനോട് ദുആ ചെയ്യുന്ന, പടച്ചവനെ 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണം എന്ന് സ്വർഗം പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആ 4 ഭാഗ്യവാന്മാരാരാ? ആ 4 ഭാഗ്യവാന്മാരാരാ? എന്ത് നന്മ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ സ്വർഗം പോലും ദുആ ചെയ്യുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ സ്വർഗം പോലും റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ അല്ലാഹ് എന്ന് പടച്ച റബ്ബിന്റെ സ്വർഗം പോലും അവിടുന്ന് ദുആ ചെയ്യുന്നു എന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വർഗം. ആ സ്വർഗത്തിന് പോകാനാണ് ഈ പാതിരാത്രി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് ത്യാഗവും സഹിക്കുന്നത്, നിസ്കരിക്കുന്നത്, നോമ്പ് പഠിക്കുന്നത്, പടച്ചവനെ സദഖ കൊടുക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിനാണ്? ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അതിന് പകരം നമ്മൾ ചോദിക്കും, പടച്ചവനെ സ്വർഗം തരണേ അല്ലാഹ് എന്ന്. പടച്ചവനോട് ഞാനും നിങ്ങളും ദുആ ചെയ്യുമ്പോ, ആ സ്വർഗം ദുആ ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്ന 4 വിഭാഗത്തിൽ ഒരു മനുഷ്യൻ ആരാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ ഖുർആൻ പാരായണം ചെയ്യുന്നവനെ സ്വർഗം അവിടുന്ന് കാത്തിരിക്കുന്നു എന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിന്റെ 10 ദിനരാത്രങ്ങൾ നമ്മൾ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ, റഹ്മത്തിന്റെ 10 കഴിഞ്ഞു മഗ്ഫിറത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ ഇറങ്ങിയ മാസമാ, റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ആ ഖുർആൻ ഇറങ്ങിയ മാസമായ റമദാനിൽ പടച്ചവനെ ഖത്തമോദണ്ട മാസമാണല്ലോ. 10 ദിവസം കൊണ്ട് ഖത്തമോദി തീർക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. പക്ഷേ നമ്മളിൽ എത്ര പേരാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത്? ആ ഖുർആനുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടോ സഹോദരാ? അതുകൊണ്ട് പടച്ചവനെ, പലരും പറയാറുണ്ട്, ഉസ്താദേ, ഞാൻ ഖുർആൻ ഖത്തമോദുന്നവനാണ്. ആദ്യത്തെ 10 ഖത്തമോദും, രണ്ടാമത്തെ 10 ഖത്തമോദും, മൂന്നാമത്തെ 10 ഖത്തമോദും. പടച്ചവനെ, റമദാൻ മാസത്തിൽ 30 അതാ 3 ഖത്തമോദുന്നവനാണ്. ഒരു ഖത്തമെങ്കിലും ഞാൻ പാരായണം ചെയ്യുമെന്ന് പറയുന്നവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പഠിക്കണമടോ. എന്താണ് ഖുർആൻ എന്നറിയുമോ? നമുക്ക് ഖുർആനിനെ കുറിച്ച് അറിയില്ല. കളിയും തമാശയുമാ. അല്ലാഹുവിന്റെ കലാമിനെ കുറിച്ചൊരു ചിന്തയില്ല. അത് വെറുതെ ഇങ്ങനെ ഓതി തീർക്കാൻ ഏതെങ്കിലും ഒരു പുസ്തകമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുമില്ലാതെ അത് തൊടാൻ പാടില്ല. ഒന്നുമില്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല. കിബിലിയുടെ നേരെ വേണമിരുന്ന് ഖുർആൻ ഓതാൻ. ആ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിച്ച 40 ദിവസത്തെ അമൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന് നമ്മളോട് ചിലത് പറയാനുണ്ട് സഹോദരാ. ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ. ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യുന്ന മാസമാണല്ലോ. ഈ മാസത്തിൽ ഖുർആനിന് നമ്മളോട് ചിലത് പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? പടച്ചവനെ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടമാണ്. പടച്ചവനെ, പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്ത സങ്കടം തോന്നുന്ന വാർത്തകളാണ്. കൊലപാതകങ്ങൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊലപാതകം എന്ന് പറയുന്നത് ഇന്ന് സാധാരണ ഒരു വാർത്തയായി മാറിയിരിക്കുകയാ. മക്കള് തന്നെ ഉമ്മയെ കൊല്ലുന്നു, അതാ മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു, മാതാപിതാക്കളോ മക്കളെ കൊല്ലുന്നു, കൂടപ്പിറപ്പുകളെ തല്ലിച്ചാകുന്നു, കൂട്ടുകാര് പരസ്പരം തല്ലിച്ചാവുകയാണ്. കൊലപാതകങ്ങൾ ഇന്ന് സാധാരണ വാർത്തയായി മാറിയിരിക്കുകയാണ്. പടച്ചവനെ, അതുമാത്രമല്ല കള്ളും കഞ്ചാവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾ വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ചുവിട്ട പട്ടം പോലെ യുവതലമുറ ഇങ്ങനെ ജീവിതം നയിക്കുകയാണ്. അല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങി ഈ മാസത്തില് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സഹോദരാ, ഖുർആൻ ഓതുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങളോട് 5 കാര്യം പറയാനുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാനും നിങ്ങളും എല്ലാവരും ഖുർആൻ ഓതുന്നവരാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ ഖുർആൻ എന്ന് പറയുന്നത് കളിക്കേണ്ട സാധനമല്ല. ഖുർആനിനെ നിസ്സാരമായി കാണരുത്. ഖുർആനിന് ഈ ഇരിക്കുന്ന എല്ലാവരോടും 5 കാര്യം ഖുർആനിന് നിങ്ങളോട് പറയാനുണ്ട്. കേൾക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. എത്ര കാര്യം പറയാനുണ്ട്? ആർക്കാ? എനിക്കല്ല. അല്ലാഹുവിന്റെ കലാമായ ഖുർആനിന് നിങ്ങളോട് 5 കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് 5ഉം കേൾക്കണ്ട. ഒരൊറ്റ ഒരു കാര്യം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് പറയാനുള്ള ഒരു കാര്യം, അത് എന്താണെന്ന് കേൾക്കുക. അനുസരിക്കുന്നതും അനുസരിക്കാത്തതും അവനവന്റെ ഇഷ്ടമാണ്. ഒരാൾക്ക് നന്നാകണമെന്ന് അവന് തോന്നണം, എന്നെ കൊണ്ട് പറ്റൂലല്ലോ. അപ്പൊ ഈ പറയുന്ന 5 കാര്യങ്ങളിൽ ഒരെണ്ണം കേൾക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഖുർആനിന് നിങ്ങളോട് പറയാനുള്ള 1ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു,
അള്ളാഹു പറയുക, ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഖുർആന് പാരായണം ചെയ്യുന്ന സഹോദര സഹോദരി, ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, നിന്റെ കയ്യിലിരിക്കുന്നത്, നീ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ കലാമാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ കലാമ, ഖുർആനാണ് നീ പാരായണം ചെയ്യുന്നത് എന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ വഴുത് കെട്ടിട്ട് നന്നായവരല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏതെങ്കിലും ഒരു മനുഷ്യന് പാരായണം ചെയ്താൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കേട്ടാൽ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയവര് നന്നായതെങ്ങനാ? ഒരു കാലത്തും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയവരുണ്ട്. അങ്ങനെ എഴുതി തള്ളിയ ഒരാളാരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ, മക്കളോട്, കരയുന്ന കുഞ്ഞുങ്ങളോട് ഉമ്മമാര് പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു. കരയുന്ന കുഞ്ഞിനോട് പറയുമത്രേ, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ കരയുന്ന കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തും. ഉറങ്ങാത്ത കുട്ടികൾ പേടിച്ച് ഉറങ്ങും. ഉമറിന്റെ സ്വഭാവം അങ്ങനെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവം അറിയണമെങ്കിൽ, ഒരു ദിവസം ഉമർ തങ്ങളുടെ അയൽവാസിയുടെ മുമ്പിൽ ചെന്നിട്ട് ഒരാൾ പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസികളുടെ മറുപടി എന്താ? ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞ ആളോട് അയൽവാസി കൊടുത്ത മറുപടി, എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കെട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറ, വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഉമർ മുസ്ലിമാകില്ല. എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം ഉമറിന്റെ സ്വഭാവം അതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഉമർ നന്നായത് എങ്ങനെയാണെന്നറിയോ? ഇന്ന് നമ്മൾ മദീനത്തു ചെല്ലും, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക്, ആ പച്ചക്കപ്പയുടെ അടിത്തട്ടിൽ കിടക്കുന്ന നബി തങ്ങളുടെ റൗളയുടെ മുമ്പിൽ ചെല്ലുമ്പോ അതാ അവിടുന്ന് സലാം പറയുകയാണ്. രണ്ടാമത് കിടക്കുന്നത് അബൂബക്കർ തങ്ങളാണ്. മൂന്നാമത് കിടക്കുന്ന സ്വഹാബി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഖത്താബിന്റെ മകൻ ഉമർ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? ഉമർ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കടോ. പടച്ചവനെ, അതാ ഉമർ തങ്ങൾ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ശപഥം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് മുഹമ്മദിന്റെ തലയെടുക്കാതെ ഇനി ഞാനും മടങ്ങി വരൂല. ഉമർ അതാ ശപഥം ചെയ്യുകയാണ്, മുത്തുനബിയെ കൊല്ലുമെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി ഒരു പിടിച്ച വാളുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുന്ന, ഉമറേ എവിടെ പോവുകയാ? മുഹമ്മദിനെ നേരെയാക്കാൻ പോവുകയാണ്, മുഹമ്മദിനെ നേരെയാക്കാൻ പോവുകയാണ്. ആ ചോദിച്ച മനുഷ്യൻ ചോദിച്ചു, ഉമറേ വീട് നേരെയാക്കിയിട്ട് പോലെ മുഹമ്മദിനെ നേരെയാക്കുന്നത്? എടാ, സ്വന്തം വീട് നേരെയാക്കിയിട്ടല്ലേ ഉമറിനോട് ചോദിക്കുന്ന മുഹമ്മദിനെ നേരെയാക്കേണ്ടത്? നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായിരിക്കുകയാണ്, ആദ്യം ചെന്നിട്ട് നിന്റെ വീട് നേരെയാക്കടാ. ഉമറിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഖത്താബിന്റെ മകൻ ഉമറിന് വല്ലാത്ത കോപമാവുകയാണ്. അവിടെ നിന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ തങ്ങൾ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട സഹോദരി മുസ്ലിമായി എന്നറിയുമ്പോ വല്ലാത്ത ദേഷ്യമായി ഖത്താബിന്റെ മകൻ ഉമർ തന്റെ കൂടപ്പറപ്പിനെ തല്ലിച്ചതയ്ക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയുടെ മൂക്കിലൂടെയും വായിലൂടെയും ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. തന്റെ പ്രിയപ്പെട്ട സഹോദരി വല്ലാതെ കരയുകയാ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൂടപ്പറപ്പിനെ കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് ശാന്തമാവുകയാണ്. ഖത്താബിന്റെ മകൻ ഉമർ ചോദിക്കുന്നു, ഫാത്തിമ,
ഞാനിങ്ങോട്ട് വന്നപ്പോൾ നീ ഏതോ കവിത പാടുന്നത് കേട്ടല്ലോ ഫാത്തിമ, എന്താണെന്ന് അവിടെന്ന് ഫാത്തിമയോട് ചോദിക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി പറയുന്നു, ഞാൻ ഓതിയത് അല്ലാഹുവിന്റെ കലാമാ, പരിശുദ്ധമായ ഖുർആനാണ് ഞാൻ പാരായണം ചെയ്തത്. അവിടെന്ന് പറഞ്ഞു ഫാത്തിമ എനിക്കൊന്ന് ഓതിത്തരാൻ, അവിടെന്ന് പറഞ്ഞു ചെന്ന് ശുദ്ധിയായിട്ട് വരാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ അവിടെന്ന് കൈകാലുകൾ കഴുകി ശുദ്ധമാവുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പിന്റെ മുമ്പിൽ വന്നിരുന്നപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളല്ല, 6600 പരം വരുന്ന ആയത്തുകളല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ടല്ലോ, ആ അധ്യായത്തിന്റെ 5ഓ 6ഓ ആയത്തുകളാ ഓതിക്കൊടുത്തത്. ആ സൂറത്തിന്റെ 5ഓ 6ഓ ആയത്തുകൾ അവിടെ ഓതിക്കൊടുത്തു. കാട്ടാളനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഹൃദയത്തിലങ്ങ് തറയ്ക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകൾ കേട്ടപ്പോ ഉമറിന്റെ ഹൃദയം അങ്ങ് പിടയുകയാണ്. പടച്ചവനെ, അവിടെ അതാ ഊരിപ്പിടിച്ച വാളുമായി മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ സ്വഹാബത്ത് മുഴുവനും പേടിച്ചു വിറയ്ക്കുകയാണ്. വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാണ്. സ്വഹാബാക്കള് പലരും പേടിച്ചിരിക്കുകയാണ്. ഉമർ തങ്ങൾ നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. മസ്ജിദ് നബവിയിലേക്ക് ഉമർ തങ്ങൾ കടന്നു വന്നപ്പോ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടെ തടഞ്ഞു നിർത്തുകയാ. ഉമറിനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് ഉമറിനെ തടഞ്ഞു നിർത്തുന്നത്. അവിടെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാൻ വന്നതാണോ? മുസ്ലിമാകാൻ വന്നതാണോ? ഇതിനകത്ത് കയറി നിനക്ക് മുസ്ലിമായിട്ട് ജീവനോടെ പോകാം. അല്ലാഹുവിന്റെ പ്രവാചകനെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണോ? നീ ഇതിനകത്തു നിന്ന് ജീവനോടെ പോകില്ല. സത്യം പറഞ്ഞാൽ ഉമർ തങ്ങൾ പറയുന്നു, ഞാൻ പേടിച്ചു പോയെന്ന്. അതാ ഹംസ തങ്ങളുടെ വാക്ക് കേട്ടപ്പോ അവിടെ നിന്ന് ഉമർ തങ്ങൾ ഭയന്നു പോയെന്ന് ചരിത്രം പറയുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഉമറിനെ കടത്തിവിടാൻ. ഖത്താബിന്റെ മകൻ ഉമർ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. നബി തങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. ഉമർ ചോദിക്കുകയാണ്, നബി തങ്ങൾ മറുപടി പറയുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോ ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന് ചരിത്രം പറയുമ്പോ ഈ ഇരിക്കുന്ന ഓരോ മുസ്ലിമിനോടും ചോദിക്കട്ടെ, ഉമർ തങ്ങൾ വഴുത് കേട്ടില്ല സഹോദരാ. അതാ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം കേട്ടിട്ടല്ല മുസ്ലിമായത്. അല്ലാഹുവിന്റെ ഖുർആനിലെ 5 ആയത്തുകള്, അല്ലാഹുവിന്റെ കലാമിലെ 5 ആയത്തുകൾ കേട്ടപ്പോ കാട്ടാളനായ ഉമറിന്റെ ഹൃദയത്തിന് മാറ്റം വന്നെങ്കിൽ ഞാനും നിങ്ങളും ഖുർആൻ മുഴുവനും ഓതുന്നവരാണ്. എത്രയോ ഖത്തമോദി, എത്രയോ സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ ഖുർആൻ കേൾക്കുന്നില്ലേ? എന്തേ നന്നാകാത്തത്? എന്തേ മാറ്റം വരാത്തത്? എന്തേ നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റവും വരുന്നില്ല? ഖുർആൻ ഓതിയിട്ട് നന്നാകാൻ പറ്റുന്നില്ല. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതുന്നത് നിങ്ങളല്ലേ? എന്തേ നന്നാകാൻ പറ്റാത്തത്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഖുർആനിന് മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് പഠിക്കണം സഹോദരാ. അടിസ്ഥാനപരമായിട്ട് അതിന്റെ കാരണം എന്താണെന്ന് പഠിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തതെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, എത്രയോ പേര് നന്നായത് ഖുർആൻ കേട്ടിട്ടാണ്. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയവര് നന്നായത് ഖുർആൻ കേട്ടിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം പഠിക്കാൻ കഴിയുമോ? കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്, കൊള്ള സംഘത്തിന്റെ നേതാവാണ്. ഫുദൈലിന്റെ ഏറ്റവും വലിയ ഹോബി വ്യഭിചരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടം
ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടാതെ സമാധാനം കിട്ടൂല. ഫുദൈൽ അവിടെ നിന്നൊരു പെണ്ണിനെ സ്നേഹിക്കുകയാണ്. കൂട്ടുകാര് മുഴുവനും ഒരു പെണ്ണിന്റെ പുറകെ നടന്നു നോക്കി. അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാണ്. പടച്ചവനെ, ആ പെണ്ണിനെ വളയ്ക്കാൻ പറ്റാതെ വന്നപ്പോ കൂട്ടുകാര് പറഞ്ഞു, ഫുദൈല്, ഏത് പെണ്ണിനെയും നീ വളയ്ക്കുമല്ലോ, എങ്കിലും ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാം. അവളെ നീ കീഴ്പ്പെടുത്തിയാൽ നീ നാണാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം. ഫുദൈൽ അവിടെ ഏറ്റെടുക്കുകയാണ്. സുന്ദരിയായ പെണ്ണിന്റെ പുറകെ രാവും പകലും നടക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും ആ പെണ്ണ് സഹകരിക്കുന്നില്ല. ഫുദൈലിന് നാണക്കേടായി. കൂട്ടുകാരുടെ മുമ്പിൽ പോകാൻ വല്ലാത്ത മടിയായി. എങ്ങനെയെങ്കിലും അവളെ കീഴ്പ്പെടുത്തണം. ഫുദൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം ആരാരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് കയറുകയാണ്. അതിക്രമിച്ചു കയറുകയാണ്. ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ്. ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ ഒരുങ്ങുമ്പോ അതാ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. പരിസരത്തുള്ള ഒരു വീട്ടില് ഒരു മാതാവിനും നട്ട് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതുന്നത്? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത്, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ അല്ലാഹ് വിഭജിക്കാൻ തയ്യാറായിരുന്ന ഫുദൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക് ആ ആയത്ത് തറയ്ക്കുകയാണ്. അല്ലാഹ് ചോദിക്കുന്ന, നന്നാകാ സമയമായില്ലേ? നന്നാകാ സമയമായില്ലേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. ലോകമറിയുന്ന പണ്ഡിതനായെന്ന് ചരിത്രം പറയുമ്പോ ഈ നാട്ടിൽ കടന്നുകൊണ്ട് പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരാ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലേ? ഖുർആൻ ഓതിയിട്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലേ? നീ പേടിക്കണം സഹോദരാ. എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ പാരായണം ചെയ്തിട്ടും നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ നീ വല്ലാതെ ഭയക്കണം സഹോദരാ, വല്ലാതെ പേടിക്കണം സഹോദരാ. നിനക്കറിയണ്ടേ നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഏതൊരു മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകുമല്ലോ. നിനക്ക് വയസ്സ് കുറേയായില്ലേ? 30, 40, 50 വയസ്സായി. ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല, നന്നാകാൻ പറ്റുന്നില്ല. പ്രായമായിട്ട് പോലും നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹു അതിന്റെ കാരണം പറയുകയാ. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരാള് ഖുർആൻ ഓതിയിട്ട് ഖുർആൻ കേട്ടിട്ട് ഒരാൾക്ക് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ വല്ലാതെ ഭയപ്പെടണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഉമർ തങ്ങൾ